ഇനി നമ്മൾ മലപ്പുറത്തേക്കാണ് പോകുന്നത്. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്തിരുന്നു. മേഖലയിൽ ഇപ്പോഴും അപകട ഭീഷണി തുടരുന്നു. തൊട്ടടുത്ത ജനവാസ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റിയെങ്കിലും എടയിപ്പാലത്ത് വെള്ളം താഴോട്ട് ഒലിച്ചിറങ്ങുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സമീപത്തെ വീടുകൾക്ക് വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതിയും നഗരസഭയും ജിയോളജിയും പിൻവലിച്ചിട്ടുണ്ട്. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ഇപ്പോഴും പ്രദേശത്ത് അപകട ഭീഷണി നിലനിൽക്കുകയാണ്. ഇനിയും സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിയെങ്കിലും വീടുകൾക്കൊക്കെ ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിച്ചോ? ഇന്നലെ ഏറെ നേരത്തെ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ്, മലപ്പുറം അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഈ മുകൾ ഭാഗത്തു നിന്നും എടയിപ്പാലത്തെ കുന്നിൻചെരുവിൽ നിന്നും താഴോട്ട് പതിച്ചു വീണിരുന്ന മണ്ണ് പൂർണ്ണമായിട്ടും ഫയർഫോഴ്സിനെ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ആ മേഖലയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയാണ്, പാണക്കാട് ഭാഗമാണ്. ദിനം പ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്. ഈ ഗതാഗതം തടസ്സപ്പെടുത്തിയത് മൂലം അല്ലെങ്കിൽ നിർത്തിവെച്ചത് മൂലം തന്നെ വലിയ ബുദ്ധിമുട്ട് ബസ് സർവീസ് നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ സ്കൂളിലോട്ട് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. കാരണം മറുവശത്ത് കൂടി പാണക്കാട് കൂടി തിരിഞ്ഞാണ് ഇപ്പുറത്ത് ഒതുക്കുങ്ങൽ ഭാഗത്തേക്കൊക്കെ ചാടിയാണ് വേങ്ങര ഭാഗത്തേക്കും മറ്റു വശങ്ങളിലേക്ക് തന്നെ കടന്നു പോകുന്നത്. തിരിച്ച് വേങ്ങരയിൽ നിന്ന് വരുന്ന ആളുകൾ സമാനമായ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അത് അതിവേഗം പരിഹരിക്കണമെന്നൊരാവശ്യം അവിടെ നിന്നും ഉയരുന്നുമുണ്ട്. എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം PWDയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവുമായിരിക്കും തീരുമാനിക്കുക. അക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം NDRF സംഘം അവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ ഇനി മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് മഴ പെയ്തപ്പോൾ വീണ്ടും അവിടെ നിന്നും ചെളിവെള്ളം കുത്തി ഒലിച്ചിറങ്ങുന്ന കാഴ്ചയും അതോടൊപ്പം തന്നെ മണ്ണ് ചെറിയ രീതിയിൽ താഴോട്ട് അടർന്നു വീഴുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇനി ആ മേഖലയിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ച് വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ വാഹനങ്ങളുടെ അതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ നാട്ടുകാരുടെയൊക്കെ തന്നെ സുരക്ഷിതത്വം തന്നെയാണ് പ്രധാനമായിട്ടും ഉറപ്പുവരുത്തേണ്ടതും. ആ മേഖലയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ്, പാണക്കാട് ഹൈസ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള കുടുംബങ്ങൾ നിലവിൽ അവരെ വീടുകളിലേക്ക് മാറ്റാനുള്ള സാഹചര്യമായിട്ടില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും പറഞ്ഞിരുന്നത്. കാരണം ഈ തൊട്ടടുത്ത വീടുകളിലൊക്കെ തന്നെ മണ്ണിടിച്ചിലിന് പിന്നാലെ വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ മഴ കനക്കുമ്പോൾ തൊട്ടുമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇങ്കൽ സിറ്റിയുടെ ഒരു സോളാർ പാനലിന്റെ സംവിധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏകദേശം 50 ഏക്കർ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അവിടെ നിന്നും വ്യാപകമായിട്ട് ചെളിവെള്ളം താഴോട്ട് ഒഴുകി വരുന്നുണ്ട്. ഈ പറയപ്പെടുന്ന വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം ഒഴുകി വരുന്നത് വലിയ ദുരിതം അവരെ സംബന്ധിച്ചുണ്ടാക്കിയിരുന്നു. അതുൾപ്പെടെ പരിഹരിച്ചായിരിക്കും ഇനി അവരെ വീടുകളിലേക്ക് സുരക്ഷിതമാക്കി മാറ്റുക എന്നുള്ളത് ചെയർപേഴ്സണും പറഞ്ഞിരുന്നു. ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഭൂമിയുടെ ഉടമ നൌഫലിന്റെ ആദ്യ പ്രതികരണം റിപ്പോർട്ടർ TVയിലൂടെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. നൌഫൽ പറഞ്ഞിരുന്നത് എല്ലാ അനുമതിയോടു കൂടിയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു തരത്തിലുള്ള നിയമങ്ങൾ ലംഘിച്ചുള്ള പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടില്ല. മണ്ണെടുപ്പ് കൃത്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഗവൺമെന്റ് അധികൃതർ, ജിയോളജി വകുപ്പ്, നഗരസഭയും നൽകിയ നിയമങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമാണ് മണ്ണെടുത്തിട്ടുള്ളത്. മഴ ആരംഭിച്ച ഘട്ടത്തിൽ ജിയോളജി അവിടെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ അത് നിർത്തിവെച്ചു എന്നുള്ളതാണ് സ്ഥലമുടമ നൌഫലിന്റെ പ്രതികരണം ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും മേഖലയിൽ അപകട ഭീഷണി തുടരുകയാണ്. അവിടെ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീണ മണ്ണ് മാറ്റി അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. മുബഷീർ പി അക്ബറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.